ഡോക്ടർ ജഡ്ക, ഞങ്ങള് രണ്ടാളും നല്ല ജലദോഷം കൊണ്ട് കുടുങ്ങിയിരിക്കുക. പൊളിച്ചെടുത്തല്ലോ വേണ്ട. നിങ്ങൾക്കൊക്കെ എന്തിന്റെ സുഖടോ? ഈ എപ്പ വന്നാലും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണല്ലോ വരുന്നത്. ഡോക്ടർ ജഡ്ക, ഞങ്ങള് രണ്ടാളും ജലദോഷം കൊണ്ട് കുടുങ്ങിയിരിക്കുക. ഇതാ ഈ സ്റ്റീം ഗാഡ്ജറ്റ് എടുത്തോളൂ. ഇതില് വെള്ളമൊഴിച്ച് ഈ മരുന്ന് 2 തുള്ളി വീതം ഒഴിക്കണം. വെള്ളം എത്ര ചൂടാക്കണോ അതിനനുസരിച്ച് ഇതാ ഈ നോബില് പിടിച്ച് തിരിച്ചാ മതി. ഈ വെള്ളവും മരുന്നും കൂടി കലർന്ന ആവി നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തുമ്മലും മാറും, ചുമയും മാറും, അസുഖവും പമ്പ കടക്കും. താങ്ക് യു ഡോക്ടർ ജഡ്ക. മോട്ടു എന്റെ ചങ്കേ, നല്ല പോന്ന് പോ. എന്തായി ചെയ്യുന്ന മോട്ടു? 2 തുള്ളിയല്ലേ ഒഴിക്കാൻ പറഞ്ഞത്? കുറച്ചുകൂടെ ചൂടാവട്ടെ, ഇതും ചൂടാവട്ടെ. നീ ആ മരുന്ന് ഒന്നിച്ച് അതിലേക്ക് ഒഴിച്ചത് കൊണ്ട് ഇപ്പൊ മുഖം കണ്ടില്ല, ചുവന്നു പോയി. എന്റെ പത്തലു, നിന്റെ മൂക്ക് അല്ലല്ല, നിന്റെ അല്ല, നമ്മുടെ മൂക്ക്. നമ്മുടെ മൂക്കിന് ഇതെന്താ പറ്റിയത്? ഈ മൂക്ക് ഇതെങ്ങനെ വലുതായത്? ഇതിനൊക്കെ കാരണം ആ ഡോക്ടർ ജഡ്കയുടെ മരുന്നാ. ഞാൻ അയാളിനെ വെറുതെ വിടില്ല. വാ, നമുക്ക് അയാളുടെ അടുത്തേക്ക് പോകാം. അതിലെങ്ങനെ തുറക്കാനാ പത്തലു? അതിന് നമ്മുടെ കൈ അവിടം വരെ എത്തിയിട്ട് വേണ്ടേ? ഐഡിയ, തിരിഞ്ഞു നിന്നാ മതി. ഇത് ശരിയായ മൂക്കാണോ അതോ വെച്ചു പിടിപ്പിച്ച മൂക്കോ? വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ? ബോക്സർ ചേട്ടാ, ഇത് ഒറിജിനലാണ്. ഇത്രയും വലിയ മൂക്കുണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഒരിക്കൽ കൂടി ഒന്ന് നോക്കട്ടെ ഞാൻ. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നന്നായി വേദനിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും നന്നായി ആക്ട് ചെയ്യുന്നുണ്ട്. എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ ഡ്യൂപ്ലിക്കേറ്റ് മൂക്ക് ഞാൻ എടുക്കാം. അല്ല, ഇത് ശരിയായ മൂക്ക് തന്നെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല ഫണ്ണി ആയിട്ടുണ്ട്. ഏയ്, എന്താ വെറുതെ ആന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതാ ഞാനിതാ വന്നു കഴിഞ്ഞു. ഏയ്, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മോ, മോട്ടുപത്ലു, നിങ്ങളുടെ മൂക്കിന് എന്ത് പറ്റി? ചിങ്കം സാറേ, ഇത് ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ കുഴപ്പമാ. ഞങ്ങളിപ്പോ അയാളടുത്തേക്ക് പോവാ. ചിങ്കം സാർ, മോട്ടു പത്തുലു നമ്മുടെ വണ്ടി തടയാനുള്ള ബാരിയർ പൊട്ടിച്ചു കളഞ്ഞു. ഇനിയും നമ്മൾ ഇതിലേക്കൂടെ പോകുന്ന വണ്ടികളൊക്കെ എങ്ങനെ തടയുമെന്ന്? വഴിയുണ്ട്, 1 അല്ല 2.
ശരി മോട്ടു, ആദ്യം നീ തന്നെ നിന്റെ മൂക്കൊണ്ട് വരുന്ന വണ്ടികളെ തടയ്. ഞാൻ പറയുന്ന സമയത്ത് നിന്റെ മൂക്കിനെ മുകളിലേക്ക് ആക്കണം. ഞാൻ ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് നിന്റെ മൂക്കിനെ താഴേക്ക് കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലായോ? ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി, അല്ലെങ്കിൽ പിടിച്ച് ജയിലിനകത്തിടും. നിങ്ങൾ വെറും 1 മണിക്കൂർ ഇവിടെ നിന്നാ മതി. ഓക്കെ? പേപ്പർ. ഓക്കെ, ഓപ്പൺ. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, ഓപ്പൺ. കലക്കി. പത്ലു, ഇതെന്ത് കഷ്ടകാലോ നമുക്ക് വന്നത്. 1 മണിക്കൂർ നേരത്തേക്കല്ലേ മോട്ടു, നീ ഇപ്പൊ ഒന്ന് മിണ്ടാതിരിക്കേ. അത് തള്ളേ, ഇതെന്തായി കാണിക്കുന്നത്? ഒരക്ഷരം മിണ്ടരുത്. ഞാൻ ദിവസവും തുണി ഉണക്കാൻ ഇവിടെയാ ഇടാറ്. എന്റെ തുണിയിലെങ്ങാനും മഴക്ക് പറ്റിയാലുണ്ടല്ലോ. ടൈം ഓവർ. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. നാളെയും 12 മുതൽ 3 വരെ വണ്ടികൾ തടയണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ 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 ഓക്കെ. പൊയ്ക്കോ പൊയ്ക്കോ. നിങ്ങൾക്ക് വന്നിരിക്കാൻ ഇത് മരത്തിന്റെ ചില്ലയോ കറണ്ടിന്റെ കമ്പിയോ അല്ല, ഇത് ഞങ്ങളുടെ മൂക്കാണ്. പൊയ്ക്കോ. പത്ലു, ആ ഡോക്ടർ ജഡ്കയുടെ അടുത്ത് പോയി ഓരോന്നിനും എണ്ണി എണ്ണി പകരം ചോദിക്കണം. വെറുതെ വിടരുത് അയാളെ. ഡോക്ടർ ജഡ്കയ്ക്ക് ഫോൺ ചെയ്തേക്കാം. ഡോക്ടർ ചട്ക എന്തോ ജോലിയുമായി പുറത്തേക്ക് പോയിരിക്കാണ്. വൈകിട്ട് ഇങ്ങോട്ട് വരും. ഓക്കേ, വരൂ, നമുക്ക് ഗാർഡനിൽ ചെന്നിരുന്ന് വൈകുന്നേരം വരെ സമയം പോക്കാം. അത് കണ്ടോ? അവരുടെ മൂക്കിന് എന്താ നീളം. അവരെ കണ്ടോ? ഏതോ കാഴ്ച ബംഗ്ലാവിന്ന് വന്ന പോലെയുണ്ട്. നിങ്ങളൊക്കെ എന്താ അവിടെ നിന്ന് ഇങ്ങനെ കുശു കുശു എന്ന് പറയുന്നത്? ഇത് ഒറിജിനൽ മൂക്കാണ്, അതും ഞങ്ങളുടെ തന്നെ മൂക്കാണ്. ആർക്കെങ്കിലും ഇതിൽ വല്ല പ്രോബ്ലം ഉണ്ടോ? അയ്യടാ, നിങ്ങൾ ദേഷ്യപ്പെടുന്നു വേണ്ട. ആളുകളൊക്കെ അങ്ങനെയാ. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്റെ കുട്ടിയൊന്ന് ഉറക്കി തരാമോ? പിന്നെന്താണ്, ഒരു മനുഷ്യനാകുമ്പോ മറ്റൊരു മനുഷ്യനെ സഹായിക്കണ്ടേ, അല്ലേ പത്ലു? ആ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇപ്പൊ വരാം. ഇതെന്താണ് ചെയ്യുന്നത് നിങ്ങള്? എന്റെ കുഞ്ഞിനെ ഉണർത്തല്ലേ. എടാ കുട്ടികളെ, എന്റെ മൂക്കിന്ന് വിടാനാ പറഞ്ഞ്. വിട്. ഓ, അവരെ കളിക്കാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് എന്താ നഷ്ടം? അവർ മൂക്കിലല്ലേ കളിക്കുന്നേ. ഡോക്ടർ ജഡ്ക. പൊളിച്ചെടുത്തല്ലോ. ഇത്രയും വലിയ മൂക്കോ? ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു സാമൂഹ്യ സേവ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. സീതാറാം, ഡോക്ടർ ജഡ്ക എപ്പോഴാ വരിക? അദ്ദേഹം ഇന്ന് വൈകുന്നേരം വരുന്നതിന് പകരം നാളെ വൈകുന്നേരം വരുന്ന. എന്റെ 20 കൊല്ലത്തെ അനുഭവം എന്നോട് പറയുന്നു, ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാന്ന്. അതെങ്ങനെ? നമുക്ക് നോസ് ഫൈറ്റ് നടത്താം. നിങ്ങളുടെ മൂക്കോണ്ട് ഫൈറ്റ് നടത്തണം, വാളോണ്ട് ഫൈറ്റ് നടത്തുന്ന പോലെ. ഞാനത് ടിക്കറ്റ് വെച്ച് നമ്മുടെ നാട്ടുകാരെ കാണിക്കും. ശരി, വാ. ഈ മൂക്ക് കൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമോന്ന് നോക്കാം. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ടേ മോട്ടു? ഞാൻ നിങ്ങളുടെ 2ആളുടെയും ഫോട്ടോ ഫുർഫുറ നഗരം മുഴുവൻ ഒട്ടിക്കാൻ പോവാണ്. 2ആളും നാളെ വൈകിട്ട് മൈതാനത്തിലേക്ക് എത്തിക്കൊള്ളണം. ഓക്കെ, സ്മൈൽ. ഇതെങ്ങനെ സംഭവിച്ചു? പൊളിച്ചെടുത്തല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഷോ ടിക്കറ്റ് മുഴുവൻ വിറ്റിരിക്കുകയാണ്. നോസ് ഫൈറ്റ് നടത്തില്ലെങ്കിൽ ആൾക്കാർ ഞങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കും. പത്ലു, നിന്റെ മൂക്ക് എങ്ങനെയാ ശരിയായത്? കുറച്ച് മുമ്പ് വരെ നിങ്ങൾക്ക് 2 പേർക്കും വലിയ മൂക്കായിരുന്നല്ലോ. ഞങ്ങൾ ഇതിൽ ഒരു പ്രാവശ്യം കൂടി ആവി പിടിച്ചപ്പോ മൂക്ക് തന്നെ ശരിയായി. നിങ്ങളൊന്ന് ആവി പിടിച്ച് നോക്കിക്കോ. ഓ
പൊളിച്ചെടുത്തല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? എന്ത് മരുന്നാണ് നിങ്ങൾ തന്നത്? അതെ, ഇത് ഡോക്ടർ ജഡ്കയുടെ തന്നെ മരുന്നാണ്. ഞങ്ങളുടെ മൂക്ക് അത് സ്വയമേ അങ്ങ് ശരിയായതാ. മനസ്സിലായോ? ഇത് പത്തുലുവിന്റെ ഐഡിയ ആണ്. ഒരുപക്ഷെ നോസ് ഫൈറ്റ് നടന്നില്ലെങ്കിൽ പിന്നെ പൈസ കിട്ടൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചെന്ന് നോസ് ഫൈറ്റ് ചെയ്യൂ. മമ്മി രക്ഷിക്കണേ, ഇതൊരു വലിയ പൊല്ലാപ്പായല്ലോ. മോട്ടും പത്തിലു, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഞങ്ങൾക്ക് പണി തരുന്നതൊക്കെ പിന്നീട് നോക്കാം. ആദ്യം നിങ്ങളെ നോസ് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. കാഴ്ചക്കാരുടെ കയ്യിന്ന് പൈസ മേടിച്ചതല്ലേ, അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് കടമയല്ലേ. ഇതുവരെ 4 ഷോയാ ബുക്കായി കഴിഞ്ഞിരിക്കുന്നത്. मोटू और पतलू की जोड़ी